നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വേനൽ ചൂട് അതിതീവ്രമാവുകയാണ്. ചൂട് വർദ്ധിക്കുന്നതിനോടൊപ്പം ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരികയാണ്. ചൂടിനെ എങ്ങനെ നേരിടാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ ഡോക്ടർ MS മനുവാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ് ഡോക്ടർ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ചൂട് മൂലമുണ്ടാകുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം ഇന്ന് ഒരിക്കലും നമ്മൾ നേരത്തെ കാണാത്ത രീതിയിലുള്ള ഒരു വേനൽ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ലോകത്ത് മുഴുവൻ ഈ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നൊരവസ്ഥ നമ്മുടെ സംസ്ഥാനത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ വേനൽ കാലമെന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. പക്ഷേ നമുക്ക് ഈ വർഷം നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ജനുവരി അവസാനം ഫെബ്രുവരി മുതൽ തന്നെ നമുക്ക് നല്ല വേനൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാല രോഗങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് ചൂട് മൂലമുള്ള വേനൽക്കാല രോഗങ്ങൾ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് രണ്ട് തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒന്ന്, നേരിട്ട് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നൊരവസ്ഥയിൽ സൂര്യരശ്മികൾ അല്ലെങ്കിൽ നേരിട്ട് ഹീറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്പോസ്ഡ് ആകും അല്ലെങ്കിൽ പതിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഇമ്പാക്ട്സ് എന്ന് പറയുന്നു. അതുമൂലം ഉള്ള അസുഖങ്ങളും പിന്നെ അതല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ഈ അന്തരീക്ഷ ഊഷ്മാവ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പല അസുഖങ്ങളും അല്ലാതെയും ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതാണ് ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇമ്പാക്റ്റ് മൂലമുള്ള രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വളരെ മൈനറായിട്ടുള്ള ചെറിയ തരത്തിലുള്ള രോഗങ്ങൾ മുതൽ മേജറായിട്ടുള്ള സൂര്യാഘാതം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മൈനർ രോഗങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ കണ്ടുവരുന്ന ചൂടുകുരു, പ്രിക്ലി ഹീറ്റ് എന്നൊക്കെ പറയുന്ന ചൂടുകുരു വേനൽക്കാലത്ത് വളരെയധികം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ വേർപ്പ് തങ്ങി നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് ചൊറിച്ചിലും അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന മാക്കുല പേപ്പുലർ റാഷസ് എന്ന് പറയും. പൊങ്ങി നിൽക്കുന്ന ഇത് ചുവപ്പ് ഇങ്ങനെയുള്ളത് ഒരു ഡിഫ്യൂസ് ആയിട്ടായിരിക്കും, ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല, അത് കുറച്ച് സ്ഥലങ്ങൾ വ്യാപിച്ച രീതിയിലായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രിക്ലി ഹീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ മൈനറായിട്ടുള്ള മറ്റൊരു അവസ്ഥയാണ് ഹീറ്റ് ബേൺസ് അല്ലെങ്കിൽ സൺ ബേൺസ് എന്ന് നമ്മൾ പറയും. സൂര്യരശ്മികൾ നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് അൾട്രാവയലറ്റ് രശ്മികളും മറ്റ് കഠിനമുള്ള രശ്മികളും അടിക്കുന്നത് കാരണം അവിടെ ഇറിറ്റേഷൻ വരികയും ചുവന്ന് തടിക്കുകയും അത് പിന്നെ പൊള്ളലായിട്ട് മാറുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ സൺ ബേൺസ് പൊള്ളലുകൾ കാണാറുണ്ട്. അത് കൂടാതെ മസിൽ ക്രാംസ്, നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ചൂട് കൂടുമ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയും ലവണങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. മസിൽ ക്രാംസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയിൽ കൂടുതൽ ജലാംശവും ലവണങ്ങളും നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്കെലിറ്റൽ മസിലുകൾ കോച്ചി പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു പെയിൻഫുൾ വേദന ഉള്ളതായിട്ട് കാണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. അതുകൂടാതെ നമുക്കുള്ളത് ഹീറ്റ് സിങ്കോപ്പാണ്. അതായത് നമ്മൾ തളർന്നു വീഴുക. നമ്മൾ ഉഷ്ണകാലത്ത് എവിടെയെങ്കിലും കുറേ സമയം നേരിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒരു തളർച്ച അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. അത് നമ്മൾ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ അസംബ്ലിക്ക് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വരിയായിട്ട് നിൽക്കുമ്പോഴോ നമ്മൾ കുഴഞ്ഞു വീഴും. കാര്യം നമുക്കുള്ള ജലാംശത്തിൻ്റെ വോളിയം ഡിപ്ലീഷൻ കുറവ് എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതിന് തളർച്ചയായിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ഇത് കൂടാതെ മേജർ ആയിട്ട് നമ്മൾ പറയുന്ന ഈ ഡയറക്റ്റ് എഫക്റ്റ് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂര്യാഘാതവും അതുപോലെ തന്നെ ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്ന ശരീര താപശോഷണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ തളർച്ച, വളരെയധികം ചൂട് കൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തളർച്ച അനുഭവപ്പെടുകയും എന്നുള്ളതാണ് ഈ ഹീറ്റ് എക്സോഷൻ പറയുന്നത്. ആ ഹീറ്റ് എക്സോഷൻ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ചില്ലെങ്കിൽ അത് ഹീറ്റ് സ്ട്രോക്കിലേക്കും പിന്നെ അത് മരണങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹീറ്റ് എക്സോഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്
നമ്മുടെ ഹീറ്റ് സ്ട്രോക്കിൽ സൂര്യാഘാതത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസിന് മേളിലായിരിക്കും. അതേസമയം ഹീറ്റ് എക്സോഷനിൽ അതിന് താഴെയായിരിക്കാം. അത് കൂടാതെ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതത്തിൽ ന്യൂറോളജിക്കൽ എഫക്റ്റുകൾ, അതായത് നമ്മളെ നാഡീ അവസ്ഥയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അത് ഉദാഹരണമായിട്ട് നമ്മളെ സ്ട്രോക്ക്, കോമ പോലുള്ള അവസ്ഥകൾ, അപസ്മാരം, അതുപോലെ തന്നെ തലവേദന, തലകറക്കം, നമുക്ക് സ്ഥലകാല ഭ്രംശം, ഡിസോറിയൻറ്റേഷൻ, ഇങ്ങനെയുള്ള അറ്റാക്സിയ, ഇങ്ങനെ ന്യൂറോളജിക്കൽ പരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സൂര്യാഘാതത്തിൽ ഉണ്ടാകും. അതേസമയം ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്ന സൂര്യാഘാതത്തിൻ്റെ ഒരു ചെറിയ മൈനർ ഫോം ഇതിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ അധികം ഉണ്ടാകുന്നില്ല. സോ ഈ സൂര്യാഘാതത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി ചികിത്സ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സാധാരണ ഗതിയിൽ 30 മുതൽ 80% വരെ മരണനിരക്ക് ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾ സൂര്യാഘാതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഏതൊരു പ്രശ്നമായാലും, പ്രത്യേകിച്ച് നമ്മൾ ഈ വേനൽക്കാലത്ത് ഈ സൂര്യാഘാതവും ഇതുപോലുള്ള തളർച്ചയും മറ്റ് അസുഖങ്ങളും നേരത്തെ ഇത് കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ കീഴിൽ വരും. നമ്മൾ വേനൽക്കാല രോഗങ്ങൾ എന്ന് നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു സമയത്ത് വേനൽക്കാലത്ത് നമ്മൾ അലർജൻസ്, പോളൻസ്, പൊടിപടലങ്ങൾ ഇതെല്ലാം വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അലർജി കൂടാനുള്ള സാധ്യതയുണ്ട്. ആസ്മ, COPD രോഗങ്ങൾ മൂർച്ഛിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷനുകൾ, പലതരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടാകാനുള്ള, ഇപ്പോൾ ചിക്കൻ ബോക്സ് പോലുള്ള അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഈ വേനൽക്കാലത്ത് കൂടുതലാണ്. കണ്ണിന് രോഗം വരാനുള്ളത് കൺജങ്ക്റ്റിവൈറ്റിസും ഇൻഫെക്ഷനായിട്ടും, അതുപോലെ തന്നെ ഡ്രൈ ഐസ്, അങ്ങനെയുള്ള കണ്ണിന് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഈ വേനൽക്കാലത്ത് നമുക്കറിയാമല്ലോ, വെള്ളത്തിൻ്റെ ഷോർട്ടേജ്, വെള്ളത്തിൻ്റെ അപര്യാപ്തത മൂലം നമുക്ക് ധാരാളം വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫുഡ്ബോൺ ഇൽനെസ്സസ്, ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും ഉണ്ടാകാനുള്ള അസുഖങ്ങൾ വളരെ ഹെപ്പറ്റൈറ്റിസ് A പോലുള്ള അസുഖങ്ങൾ വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ നമ്മൾ, അതുകൂടാതെ ഈ ഡെങ്കു പോലുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, ഇപ്പം ചിലപ്പോൾ നമ്മൾ വേനൽ വരുമ്പോൾ ഇടവിട്ട് 2 ദിവസം മഴ കാണും, പിന്നെ വീണ്ടും കടുത്ത ചൂടായിരിക്കും. ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് റെയിൻ വരുന്നതും ഈ ഡെങ്കുവും ലെപ്റ്റയും പോലുള്ള മറ്റ് അസുഖങ്ങളും കൂടാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ വേനൽക്കാലം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. ശരി ഡോക്ടർ, ഇത്തരം വേനൽ ചൂട് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളിത് വേനൽക്കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള ഊഷ്മാവ്, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, അന്തരീക്ഷ ആർദ്രത, ഇത് രണ്ടും എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഇതിന് ഈ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങളുടെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് പൊതുവിൽ അത് വേനൽക്കാലത്ത് മാത്രമല്ല ഏത് സമയത്തും ഉണ്ടാകാവുന്ന പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. പക്ഷേ ഇത് നമ്മൾ വേനൽക്കാലത്തോ അല്ലെങ്കിൽ സൂര്യാഘാതമോ ആയിട്ട് നമ്മളത് ലിങ്ക് ചെയ്യണമെങ്കിൽ, അത് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ ഇത്ര ടെമ്പറേച്ചർ കൂടിയോ ഹ്യൂമിഡിറ്റി കൂടിയോ ഒരു അവസ്ഥ, അന്തരീക്ഷ ഊഷ്മാവോ ആർദ്രതയോ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഉള്ളൊരു ആയിരിക്കണം വ്യക്തി അതിൽ എക്സ്പോസ്ഡ് ആവുക, അല്ലെങ്കിൽ അതുമായിട്ട് സമ്പർക്കപ്പെടുക എന്നൊരു കാര്യമുണ്ടായിരിക്കണം. മറ്റ് ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ തളർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തലകറക്കവും അതുപോലെ തളർന്നു വീഴുകയും ചെയ്യുന്നതുണ്ടാകാം. സൂര്യാഘാതം വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരുപാട് സമയം വെയിലത്ത് പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിനകത്താണെങ്കിൽ പോലും ഒരുപാട് ചൂട് നേരിട്ട് അടിച്ച ഒരു വ്യക്തിയായ, ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം. ഇത്തരം രോഗികൾ കൂടുതൽ കടുത്ത തലവേദന, തലകറക്കം, ഓക്കാനം, ഛർദിൽ, പിന്നെ അതങ്ങനെ അഗ്രവേറ്റ് ചെയ്തുകൊണ്ട് ഡിസോറിയൻറ്റേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലകാല ഭ്രംശവും, പിന്നെ അത് കുഴഞ്ഞു വീഴുകയും കോമയും, സ്ട്രോക്ക് നമുക്കറിയാമല്ലോ, പക്ഷാഘാതം പോലുള്ള അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ലക്ഷണങ്ങളെല്ലാം നമ്മളൊരു ജനറലൈസ് സാധാരണഗതിയിൽ വരുന്ന അസുഖങ്ങളുടെ
പോലത്തെ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഇതൊരു വേനൽക്കാലത്ത് അത് എത്രമാത്രം നമ്മൾ ഈ പറഞ്ഞ പ്രകൃതിയുമായി അല്ലെങ്കിൽ ഈ അന്തരീക്ഷ അവസ്ഥയുമായി സമ്പർക്കം വന്നു എന്നനുസരിച്ചാണ് നമ്മൾ വേനൽക്കാല രോഗനിർണയം നടത്തേണ്ടത്. ഡോക്ടർ, ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? പ്രതിരോധത്തിനുള്ള പൊതുവായുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രതിരോധിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രതിരോധമാണ് നമ്മുടെ ആയുധം എന്നുള്ളതാണ്. നമുക്കറിയാം വേനൽക്കാലമാണ്, അത് എല്ലാവർക്കും നമ്മൾ അനുഭവപ്പെടുന്നതാണ്. നമുക്ക് ഓരോ വ്യക്തിക്കും അത് അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നുള്ളത്. അപ്പോൾ വേനൽക്കാലം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ശീലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഉറപ്പാക്കേണ്ട 4 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നാണ്. അതായത് നമ്മൾ ധാരാളം നമ്മുടെ ശരീരത്തിലെ ജലാംശം എപ്പോഴും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് വേനൽക്കാലമാകുമ്പോൾ നമ്മൾ വെള്ളം കൃത്യസമയത്ത് കുടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ്, ലവണത്തിൻ്റെ ഒരു അംശം, കാര്യം ഓവർ ഹൈഡ്രേറ്റഡ് ആയാലും നമുക്ക് അതിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലവണ നഷ്ടവും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഉപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളിൽ നമ്മൾ ഉപ്പ് തന്നെ ആഡ് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം, മോരിൻ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ വെള്ളം, ഇത്തരത്തിലുള്ള എല്ലാം നമുക്ക് ലഭ്യമായിട്ടുള്ള നമ്മുടെ വീടുകളിൽ ലഭ്യമായിട്ടുള്ള ജലം അല്ലെങ്കിൽ പാനീയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും ചൂടുള്ള കഴിയുന്നതും കാപ്പി, ചായ, അതുപോലെ തന്നെ മദ്യം, എയറേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ പോലുള്ള കോളകൾ, ഷുഗർ കൂടിയ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നതും പാനീയങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അവയെല്ലാം ഡീഹൈഡ്രേഷൻ കൂടുതൽ കൂട്ടുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ നമ്മൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും, വെള്ളം ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, അതുപോലെ തന്നെ വാട്ടർമെലൺ, ഇങ്ങനെയുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള അത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയും എവിടെ യാത്ര ചെയ്താലും, നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഒരു കുപ്പി വെള്ളം നമ്മുടെ കയ്യിൽ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് കരുതിയിരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോട് നമ്മൾ കാണണം. അത് നമുക്ക് ദാഹം തോന്നിയില്ലെങ്കിലും ഇടവിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് സ്റ്റേ ഇൻഡോഴ്സാണ്. നമ്മൾ കഴിയുന്നതും ഇത്രയും കടുത്ത വേനൽക്കാലത്ത് നമ്മൾ കഴിയുന്നതും നമ്മൾ വീടിനകത്തോ അല്ലെങ്കിൽ നമ്മൾ... ശരി ഡോക്ടർ, വ്യക്തമാണ്. ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് സുധാകരനാണ്. സുധാകരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ സാർ. ഡോക്ടറെ, ഞാൻ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ഹലോ പറഞ്ഞോളൂ. ഒരു നിർമ്മാണ തൊഴിലാളി. അപ്പൊ വെയിലിനെല്ലാം പണിയെടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ വെയിലിന് പണിയെടുത്ത് കഴിയുമ്പോ വേർപ്പിട്ട് കഴിഞ്ഞാലേ കൈയിന്റെ വിരലും ഈ മസിലൊന്ന് കൂടിപ്പോവാ. അത് ചൂട് കൊണ്ടാണോ സാറേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് ചൂട് കൊണ്ട് തന്നെയാണ്. അതിന് നമ്മൾ സാധാരണ പറയുന്നത് ഹീറ്റ് ടെറ്റനെ എന്നാണ് പറയുന്നത്, ഞാൻ നേരത്തെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മസിൽ സ്പാസം അല്ലെങ്കിൽ ഹീറ്റ് ക്രാംസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വെയിലത്ത് നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ ഒരു തെർമോ റെഗുലേറ്ററി മെക്കാനിസം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു മെക്കാനിസം എഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് അമിതമായിട്ട് ഇത് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ മസിലുകൾക്കും ഇതിനെല്ലാം ആവശ്യത്തിനുള്ള ജലാംശവും ലവണങ്ങളും ലഭ്യമാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചൂട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ താങ്കൾ പുറം പണിയിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയൊക്കെ തന്നെ നമുക്ക് നിഷ്കർഷ അല്ലെങ്കിൽ അവരുടെ തന്നെ ഗൈഡ് ലൈൻ നമുക്കുണ്ട്. കഴിയുന്നതും അസഹ്യമായ ചൂടുള്ള 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം കഴിയുന്നതും നമ്മുടെ പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ നമ്മൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് ആവശ്യത്തിന് വെള്ളം ഓരോ മണിക്കൂർ 5-10 മിനിറ്റ് വിശ്രമിച്ചുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കണം. നമ്മൾ ഈ
നേരിട്ട് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ അടിക്കാതിരിക്കാൻ വേണ്ടി തൊപ്പിയോ കുടയോ നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ സാധിക്കുക അത് ചെയ്യണം. ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായ കഴിയുന്നതും പുറംപണി ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. അതനുസരിച്ച് നമ്മുടെ ജോലി അഡ്ജസ്റ്റ് ചെയ്യുക. ഇല്ല അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് ഇടവേളകളിൽ വെള്ളവും പച്ചക്കറിയും അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചുകൊണ്ട് നമുക്കിതിനെ ഇത് തീർച്ചയായിട്ടും തങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചൂടുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് തന്നെയാണ്. അവനാണ് സാധ്യത, മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുക. ഡോക്ടർ, നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചത് ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചായിരുന്നു. വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ കൂടുതൽ പകൽ സൂര്യൻ്റെ ചൂട് കൂടിയ സമയങ്ങളിൽ അകത്ത് തന്നെ തുടരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി വിശദമാക്കാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, നമ്മൾ സ്റ്റേ ഇൻഡോസ് എന്നാണ് നമ്മൾ പറഞ്ഞു. അകത്ത് നമ്മൾ എത്രമാത്രം ചെലവഴിക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് ഈ രോഗം വളരെയധികം ബാധിക്കാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണത്തിന് വയോജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, പല പല അസുഖങ്ങളുള്ള മൾട്ടി കോമോർബിഡ് കണ്ടീഷൻസ് ഉള്ള പല വ്യക്തികളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വീട്ടിനകത്ത് കഴിയുമ്പോഴും നമ്മൾ ഇപ്പം വയോജനങ്ങളാണെങ്കിൽ മുകളിലത്തെ നിലകളൊക്കെ ഒഴിവാക്കി താഴത്തെ നിലകളിൽ തന്നെ ഇത്തരം വൾണറബിൾ ഗ്രൂപ്പുകൾ താഴെത്തട്ടിൽ തന്നെ കഴിയേണ്ടതും നേരിട്ട് സൂര്യരശ്മി നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കാതിരിക്കുകയും നോക്കുക എന്ന് വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ കുക്കിംഗ്, നമ്മളെ വീടുകളിൽ ഈ നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു 11 മുതൽ 3 വരെയുള്ള നമ്മൾ പാചകം കഴിയുന്നതും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ, കാരണം ആ പാചകം ചെയ്യുമ്പോൾ ഒരുപാട് ചൂട് നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മൾ ഉണ്ടാവുകയും അതും നമ്മൾ എക്സ്പോസ്ഡ് ആവുകയും അഡീഷണൽ ആയിട്ട് നമുക്ക് ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അത് ഈ അസുഖങ്ങൾ കൂടാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേ അലേർട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പം നിത്യമായിട്ട് നമുക്ക് ശ്രവ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം തന്നെ നമുക്ക് അഡ്വൈസറീസ് ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും ഡെയിലിയുള്ള അലർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ യെല്ലോ അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്കപ്പോൾ വേനൽക്കാലത്തെക്കുറിച്ച് ചൂടിനെ സംബന്ധിച്ചും നമ്മുടെ ഓരോ പ്രദേശത്തെയും ആ ഒരു കാലാവസ്ഥയുടെ അവസ്ഥ നമ്മൾ ഡെയിലി അതിനെ ഇൻഫോംഡ് ആയിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ച് വേണം നമ്മുടെ യാത്രകളും പരിപാടികളുമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സ്റ്റേ കവേർഡ് എന്ന് പറയാം. നമ്മൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പുറത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കഴിയുന്നതും നമ്മൾ ഫുള്ളി കവേർഡ് ആയിരിക്കുക. സൂര്യരശ്മികൾ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് പുറത്ത് ജോലി ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്നവരായാലും ശരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടകൾ, തൊപ്പികൾ അങ്ങനെയുള്ള ഇതെങ്കിലും നമ്മൾ നേരിട്ട് അടിക്കാതിരിക്കുക. നമ്മൾ ധരിക്കുന്നതെങ്കിൽ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. കാരണം കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചൂട് കൂടും. ഇളം നിറത്തിലുള്ളവ അതിനെ റേഡിയേറ്റ് ചെയ്ത് കളയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പും അതുപോലെ തന്നെ മറ്റ് പാദരക്ഷകൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യം. പ്രത്യേകിച്ച് ഡയബറ്റിക് രോഗികളും അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ അസുഖങ്ങളുള്ള രോഗികളും. കാര്യം അത് ചിലപ്പോൾ അറിയണമെന്നില്ല. അവർക്ക് അസുഖമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ന്യൂറോപ്പതി കാരണം ചൂടിൻ്റെ ഇത് അറിയാൻ പാടില്ല. അത് പൊള്ളലുകളൊക്കെ കാലിൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേ കവേർഡ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ 4 പ്രിൻസിപ്പുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സ്റ്റേ ഇൻഡോസ്, സ്റ്റേ കവേർഡ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഇൻഫോംഡ്. ഇതിൽ പറയുന്ന 4 പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ പ്രതിരോധ മാർഗ്ഗങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഈ വേനൽക്കാലത്ത്. ഡോക്ടർ, സൂര്യാഘാതമോ സൂര്യാതാപമോ സംശയിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാവില്ല ഈ പറഞ്ഞ ഒരു കണ്ടീഷൻ, ഈ ഒരു ചൂട് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പുറം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഭൂരിപക്ഷം നമ്മുടെ മുന്നിൽ കുഴഞ്ഞ് വീഴുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ചൂട് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചതെന്നുള്ളത്. ആ വ്യക്തിയെ ഉടൻ തന്നെ നമ്മൾ നല്ലൊരു തണൽ ആയിട്ടുള്ള പ്രദേശത്ത് മാറ്റിക്കടത്തിക്കൊണ്ട് അത് ചില ഞാൻ നേരത്തെ പറഞ്ഞുള്ള ചെറിയ സിങ്കോപ്പ് അല്ലെങ്കിൽ തളർച്ച അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ആളുടെ ബോധവും എല്ലാം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്കാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഉടുപ്പൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്ത്
വെള്ളം കുടിക്കാൻ വെള്ളം ബോധരഹിതനായിട്ടുള്ളതോ ഡിസോറിയൻറ്റേഷൻ ഉള്ള വ്യക്തിക്കാണെങ്കിൽ നമ്മൾ കുടിക്കാൻ വെള്ളം കൊടുക്കരുത്. അല്ലാത്ത വ്യക്തിക്ക് വെള്ളം കൊടുക്കുക. അയാളെ തണുപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് വെള്ളം തളിച്ച് നനഞ്ഞ ടവല് കൊണ്ട് തുടച്ച് എടുക്കുക. ഐസ് പാക്ക് ഉണ്ടെങ്കിൽ ഐസ് പാക്ക് വെച്ച് തണുപ്പ്. നമ്മൾ ചൂടിൻ്റെ ചികിത്സ, ഈ ചൂട് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രാഥമികമായ ചികിത്സ എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആണ്. അത് ഇപ്പോൾ ടെമ്പറേച്ചർ പനി കൂടി നിൽക്കുമ്പോൾ ചൂട് നിൽക്കുമ്പോൾ പാരസെറ്റമോൾ കഴിച്ചെന്നും പറഞ്ഞാൽ ആ ടെമ്പറേച്ചർ മാറില്ല. നമുക്കത് മാറണമെങ്കിൽ നമ്മുടെ ശരീരം തണുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഉള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസോ മറ്റ് ക്രമീകരണങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ നടത്തുക തന്നെ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ചൂടുള്ള എൻവയോൺമെൻറ്റിൽ ആ ചൂടുള്ള ഇത് മാറ്റിക്കൊണ്ട് ആ ക്ഷീണമോ അല്ലെങ്കിൽ അസുഖമോ മാറുന്നതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ അദ്ദേഹത്തെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഡോക്ടർ, വേനൽ ചൂട് കൂടുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ സ്കൂളിലും മറ്റും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഈ പ്രത്യേകിച്ച് വേനൽക്കാലം അവരുടെ ഒരു തെർമോ റിലേറ്ററി മെക്കാനിസം എല്ലാം ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായിരിക്കും. വയോജനങ്ങളിലാണെങ്കിൽ അതിനകത്ത് എന്താ പറയുക ആ ഒരു മെക്കാനിസം ഓൾട്ടർ ചെയ്യുന്നൊരു സമയത്തുമായിരിക്കും. അപ്പോൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുട്ടികൾ ഒരുപാട് പുറത്ത് കളിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളതും കൃത്യസമയത്ത് ചൂട് സമയത്ത് പുറത്തോട്ട് പോകാതിരിക്കുക എന്നൊരു കളിക്കുന്നതൊക്കെ ആ ഒരു സമയം ക്രമീകരിക്കുക എന്നുള്ളതും. പിന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ വണ്ടിയിൽ കുട്ടികളെ ഇരുത്തിയിട്ട് വെയിലത്ത് പുറത്തോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഒരിക്കലും ഒരു കാറിനകത്തൊക്കെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാൻ പാടില്ല. നമ്മളിപ്പോൾ സ്കൂളുകളിൽ സാധാരണഗതിയിൽ വരുമ്പോൾ നമ്മൾ അസംബ്ലി, അപ്പോൾ അങ്ങനെയുള്ള അസംബ്ലികളൊക്കെ നമ്മളൊരു കഴിയുന്നതും ഈ ഒരു വേനൽക്കാലത്ത് നമ്മളതിനെ ക്രമീകരിച്ച് ക്ലാസ്സിനുള്ളിലൊക്കെ ആക്കി നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇപ്പോൾ ടൈയും എല്ലാം നമ്മൾ ഇറുകിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് വേനൽക്കാലത്ത് സ്കൂളുകളിൽ എത്തണം എന്നുള്ള ഒരു ഇതിൽ നമുക്ക് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ വേനൽക്കാല രോഗങ്ങൾ അല്ലെങ്കിൽ സൂര്യൻ്റെ നേരിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ സ്കൂളുകളിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ടൈമിങ്ങും സ്കൂളുകളുടെ ടൈമിങ്ങും ചിലപ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നേരത്തെ ആക്കേണ്ടി വരും. ഈ ഒരു ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 2 മണിക്ക് 3 മണിക്കൊക്കെ വിടുന്നത്. അപ്പോൾ ആ ഒരു ക്രമീകരണം എല്ലാത്തിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടിവരും. പിന്നെ നേരത്തെ പറഞ്ഞ എല്ലാ പ്രാഥമികമായിട്ടുള്ള കരുതലുകളും കുട്ടികളുടെ കാര്യത്തിലും വളരെ ആവശ്യമുള്ളതാണ്. ഡോക്ടർ, ചൂട് കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കൂടുതലും തണുത്ത വെള്ളം അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലുള്ള പാനീയങ്ങൾ വാങ്ങി കുടിക്കാറുണ്ട്. അത് എത്രത്തോളം ആരോഗ്യത്തിന് ബാധിക്കുന്നുണ്ട്? അതെ. അപ്പം ഞാൻ നേരത്തെ ആദ്യമേ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പക്ഷേ കുടിക്കുന്ന വെള്ളം ശുദ്ധജലമായിരിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. തിളപ്പിച്ചാറ്റിയ വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെ. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോള, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഷുഗർ കണ്ടൻറ്റ് കൂടിയ ജ്യൂസുകൾ, അങ്ങനെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ജ്യൂസുകൾ ഇതൊന്നും തന്നെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. പക്ഷേ നമുക്ക് ഇപ്പം സാധാരണഗതിയിൽ കാണുന്നതാണ്, നമ്മൾ റോഡരികിലൊക്കെ ഒരുപാട് ജ്യൂസ് കടകളും കരിമീൻ ജ്യൂസ് സെൻ്ററുകളൊക്കെ കാണും. ഇവിടെയൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഐസ് ആണ്. ഇടുന്ന ഐസ്, അതിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഐസ് ശുദ്ധ ജലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചവയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജ്യൂസൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കുടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വൈറൽ രോഗങ്ങൾക്കും ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കുമെല്ലാം കാരണമാകുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂട് സമയത്ത് മദ്യം കഴിയുന്നതും ഒഴിവാക്കുക വളരെ പ്രാധാന്യമാണ്. കാര്യം മദ്യം വളരെയധികം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആൽക്കഹോൾ കൺസപ്ഷൻ അല്ലെങ്കിൽ മദ്യപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മദ്യപിക്കുന്നൊരു വ്യക്തി കൂടുതലായിട്ട് ഉഷ്ണത്തിലും ഹ്യൂമിഡിറ്റിയും ഉള്ളൊരു എൻവയോൺമെൻറ്റിലാണ് ചെന്ന് അകപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന് ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കാപ്പി, ചായ, കാർബൺ ഡ്രിങ്ക്സ് എല്ലാം കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതും പറ്റുന്നിടത്തോളം ഞാൻ നേരത്തെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, നമുക്ക് വീട്ടിൽ സാധാരണ ലഭ്യമാകുന്ന പഴവർഗ്ഗങ്ങളും എല്ലാം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
ഡോക്ടർ, ഇത്തരം സാഹചര്യങ്ങളിൽ പുറത്തോട്ടുള്ള യാത്രകളിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മളൊരു യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് ആ യാത്ര ഏത് സമയത്താണ് പോകേണ്ടത്. ഈ പറയുന്ന 11 മുതൽ 3 മണി വരെയാണ് സൂര്യൻ്റെ രശ്മികൾ, അൾട്രാവയലറ്റ് കിരണങ്ങളും വളരെയധികം കാഠിന്യമുള്ളതായിട്ട് ഉള്ളത്. ആ ഒരു സമയത്ത് മാറ്റിവെച്ചുകൊണ്ട് അതിന് മുന്നെയോ അതിന് ശേഷമോ നമ്മുടെ യാത്രകൾ ക്രമീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതിന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ സാധിക്കണമെന്നില്ല, ആ കൃത്യസമയത്ത് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ. ആ ഒരു പോകുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേ കവേർഡ്, നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ സൂര്യരശ്മിയിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവാൻ പറ്റുമോ, എങ്ങനെ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുമോ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ചൂടിനെ എങ്ങനെ നേരിടാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ ഡോക്ടർ MS മനുവാണ്. ഡോക്ടർ നമസ്കാരം. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.